ഹലോ, ഡാരീസ് ഈ ഫോണിൽ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നല്ല ഇറച്ചിക്കറി ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആട്ടോ. ഇന്ന് വൈകുന്നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ ഇറച്ചിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഡാരീസ് ഇറച്ചിക്കറിയും ഞാൻ കപ്പ ഉണ്ടാക്കാന്ന് കേട്ടോ വിചാരിച്ചത്. കുറച്ച് നേരത്തെ തെരച്ചിലിന് ശേഷം എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ഇറച്ചിക്കറി ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ കണ്ടുപിടിച്ചു കേട്ടോ. യൂട്യൂബിൽ നോക്കാതെ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലെങ്കിലും അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതിന്റെ അടുത്തേക്ക് വരണ്ടാന്ന്. അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കുന്നതിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല കേട്ടോ. എന്റെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കുക, പിന്നെ എടുത്ത പാത്രങ്ങളൊന്ന് കഴുകി വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ. ഞാനൊരു 3 കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാട്ടോ ഒറ്റക്കറിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ, സവോള, ഇതൊക്കെ. കറി നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ ഇതൊക്കെ വേണം എന്നാട്ടോ പറഞ്ഞത്. വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുക, അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കൊച്ചുള്ളി, സവോള ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നോളം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് വറക്കുമ്പോൾ നല്ല മണം കേട്ടോ, നല്ല അടിപൊളി മണം വരും. വെളിച്ചെണ്ണയിലും കൂടെ അല്ലേ വറക്കുന്നത്, അപ്പം നല്ല അടിപൊളി മണമാണ്. മസാല റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഈ മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനകത്തേക്ക് ബീഫ് മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു തക്കാളിയും കൂടെ കീറിയിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 6-7 വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചേക്കുന്ന ബീഫാട്ടോ ഇത്. നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാനും നല്ല അടിപൊളിയായിരുന്നു, നല്ല മണവും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി കറിയിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുക കേട്ടോ. കൊച്ചുള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ താളിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കപ്പ ഉണ്ടാക്കാൻ വേണ്ടി പോവുക കേട്ടോ. കപ്പ നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുവാണ്, തോലൊക്കെ കളഞ്ഞിട്ട്. ഇനിയിപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. കപ്പ നന്നായിട്ട് വെന്ത് വരുമ്പം അതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് ബാക്കി വരുന്ന വെള്ളം ഊറ്റി കളയണം കേട്ടോ. അതിനുശേഷം കപ്പയ്ക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടാട്ടോ അരപ്പ് തയ്യാറാക്കുന്നത്. കപ്പ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വെളുത്ത കളറുള്ള കപ്പ കുറച്ച് കഴിക്കുക കേട്ടോ. മസാല ചേർക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ അരപ്പൊക്കെ ഇട്ടിട്ടുള്ള കപ്പ വേവിച്ചത് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടമാട്ടോ എനിക്ക് ഉപ്പിട്ടിട്ടുള്ള വെറും കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് കപ്പയെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കേട്ടോ. അങ്ങനെ കപ്പയും കറി റെഡിയായി. ഇപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആട്ടോ. കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ വീട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരൂടെ വീടൊക്കെ വൃത്തിയാക്കി വെച്ചു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് വെന്ത നല്ല അടിപൊളി ബീഫ് കറിയും കപ്പയും തൈരൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കെവിനും എപ്പോഴും ഡാരിസിനോട് പറയുന്ന കേട്ടോ, ഡാരിസ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ് ആട്ടോ. വല്ലപ്പോഴും അടുക്കളയിൽ കയറുള്ളൂ, പക്ഷെ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ട് നീ ആ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും അങ്ങനെ അനാവശ്യമായ പ്രോത്സാഹനം തന്നിട്ട് എന്നെ ഇനി അടുക്കളയിൽ കയറ്റാൻ നോക്കണ്ടാന്ന്. ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ഞാനും തിരിച്ചു ചോദിക്കാറുണ്ട്.